സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ യോഗമാണിത്. മൂന്നാം മോദി സർക്കാരിന്റെ 1-ാം വാർഷികവും യോഗത്തിൽ ചർച്ചയാകും. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതോടൊപ്പം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചാ വിഷയമാകുക? രോഹിണി, മറ്റന്നാളിലാണ് ഇത്തരത്തിലൊരു യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്തിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരുമായും അദ്ദേഹം നേരിട്ട് സംസാരിക്കും. മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ മന്ത്രിമാർ ചെയ്തേക്കുന്ന അവരുടെ ഒരു പ്രവർത്തന റിപ്പോർട്ട് സംബന്ധിച്ചൊരു വിശകലനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം അടുത്ത ആഴ്ചയിൽ ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു വർഷം തികയുകയാണ്. അതായത് NDA സർക്കാരിന്റെ 1-ാം വാർഷികമാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഈ മന്ത്രിസഭാ യോഗത്തിനകത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ആഴ്ച വലിയ ആഘോഷ പരിപാടികൾ ഈ NDA സർക്കാരിന്റെ വാർഷികം സംബന്ധിച്ച് രാജ്യവ്യാപകമായി നടത്താനാണ് BJPയുടെ ലക്ഷ്യം. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ശരി ഗൗതം, എന്തായാലും സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം വിളിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ യോഗമാണിത് എന്നുള്ളതാണ് ഈ പ്രത്യേകത. 3-ാം മോദി സർക്കാരിന്റെ 1-ാം വാർഷികവും യോഗത്തിൽ ചർച്ചയാകും. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.